هذا صراط مستقيم ولقد أضل منكم جبلا كثيرا أفلم تكونوا تعقلون هذه جهنم التي كنتم توعدون اصلوها اليوم بما كنتم تكفرون اليوم نختم على أفواههم وتكلمنا أيديهم وتشهد أرجلهم بما كانوا يكسبون صدق الله مولانا العلي العظيم وصدق وبلغنا رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. വളരെ സ്നേഹം നിറഞ്ഞ ബഹുമാനികളായ മുഅ്മിനീങ്ങളെ സഹോദര സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മഹദായ ഫദ്ല് കൊണ്ട് നമ്മൾ ഓരോരുത്തരുടെയും ചെറുതും വലുതും രഹസ്യവും പരസ്യവുമായ കളിയിലും തമാശയിലും വന്നുപോയ തെറ്റുകൾ കുറ്റങ്ങൾ അല്ലാഹു മാപ്പ് ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു നീ ഞങ്ങൾക്ക് പുറത്തു തരണേ തമ്പുരാനെ. ഞങ്ങളുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, ഗുരുനാഥന്മാർ, ഞങ്ങളെ സ്നേഹിക്കുന്നവർ, സഹായിച്ചവർ, ദീൻ പഠിക്കാനും പഠിപ്പിക്കാനും അധ്വാനിക്കുന്നവർ, എല്ലാ മുഅ്മിനാത്തുകൾക്കും അല്ലാഹുവേ പുറത്തു കൊടുത്ത് മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കണം തമ്പുരാനെ. അല്ലാഹു ഞങ്ങളുടെ രോഗങ്ങളെ ശിഫയാക്കി തരണേ. അല്ലാഹ് ഞങ്ങളുടെ രോഗങ്ങൾ ശിഫയാക്കണേ റബ്ബേ. അല്ലാഹുവേ രോഗം ഉണ്ടോ എന്ന പേടിയിലും ഭയത്തിലുമായി നിൽക്കുന്നവർ അല്ലാഹുവേ നിർഭയത്വം നൽകണേ തമ്പുരാനെ. റഹ്മാനായ അല്ലാഹുവേ ഞങ്ങൾ ഓരോരുത്തരെയും മാരക രോഗങ്ങളിൽ നിന്ന് കാത്തുരക്ഷിക്കണം തമ്പുരാനെ. ഞങ്ങളുടെ സഹോദരിമാർ, അവരിൽ ഗർഭിണികളായ സഹോദരിമാരുണ്ട് അല്ലാഹുവേ അവർക്ക് സുഖപ്രസവവും ആശ്വാസവും നൽകണേ റഹ്മാനെ. മക്കളില്ലാത്തവർക്ക് കൺകുളിർമയുള്ള മക്കൾ നീ നൽകണം തമ്പുരാനെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രത്യേകിച്ച് നമ്മുടെ ക്ലാസ് ആരംഭിച്ചു. നമ്മൾ 8:45 നമ്മുടെ സമയം നമ്മൾ പറഞ്ഞിരുന്നത്. അത് മറ്റു 9ലേക്ക് ആക്കാനായോ? 8:45 മതിയല്ലേ? ആളുകൾക്ക് എത്താൻ പ്രയാസമുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ ചെയ്യേണ്ടി വരും. അപ്പോൾ ഞാൻ 1-2 വിഷയങ്ങൾ ഇവിടെ സൂചിപ്പിക്കുകയാണ്. ക്ലാസ്സിൽ നിന്നുകൊണ്ട് എത്താനുള്ള ആളുകൾ അങ്ങ് എത്തിക്കോട്ടെ. അപ്പോഴേ കുറച്ച് സംശയങ്ങൾ ഇവിടെ ചോദിച്ചിരുന്നു. കഴിഞ്ഞ ആഴ്ച നമ്മൾ ഉണ്ടായിരുന്നില്ല. അതിന്റെ മുമ്പത്തെ ആഴ്ചത്തെ ആ സംശയമല്ല, അത് വേറെ നമ്മുടെ വെള്ളി വെളിച്ചം ഫേസ്ബുക്ക് പേജിലൂടെ നമ്മുടെ സുഹൃത്തുക്കൾ ചോദിച്ച 1-2 വിഷയങ്ങളെ ആസ്വദിച്ച് അതൊന്ന് ഒരു ക്ലിയർ ചെയ്യാൻ മാത്രമാണ്. ഇവിടെ ഒന്ന്, can a wife call her husband by his name? Like if his name is Adam, can his wife call him Adam? ഭർത്താവിനെ ഭാര്യയ്ക്ക് പേര് വിളിക്കാൻ പറ്റുമോ, പേര് വിളിച്ച് അഭിസംബോധന ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്ന്. അതിനെ സംബന്ധിച്ച് നമ്മളൊരു സമൂഹത്തിന്റെ നമ്മുടെ ചുറ്റുപാടുകൾ അല്ലെങ്കിൽ സാഹചര്യങ്ങൾക്കനുസരിച്ച് അതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. ഒരു ഇംഗ്ലീഷുകാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ കൾച്ചറിൽ പേര് വിളിക്കും. എന്റെ സ്കൂളിലൊക്കെ പ്രിൻസിപ്പൾ പോലും പേരാ വിളിക്കാം, അല്ലെങ്കിൽ മിസ്റ്റർ എന്ന് പറഞ്ഞിട്ട് സെക്കൻഡ് നെയിം പറയും. ഞങ്ങളുടെ പ്രിൻസിപ്പൾ, അദ്ദേഹത്തിന്റെ പേര് പാട്രിക് ഹോൺ എന്നാണ്, മിസ്റ്റർ ഹോൺ. ഉദാഹരണം പറയാം. അതിൽ ബഹുമാനക്കുറവേ കാണൂല. നമ്മൾ കുട്ടികളെ, എന്റെ സ്കൂളിലെ കുട്ടികളാരും സർ എന്നോ മാഡം എന്നോ അങ്ങനെയൊന്നും വിളിക്കൂല, പേരെ വിളിക്കും. മിസ്റ്റർ കുട്ടി വിളിക്കും, എന്നെ വിളിക്കും മിസ്റ്റർ ഹക്ക്. ആരും പേരെങ്ങനെ വിളിക്കുക, മിസ്റ്റർ സിംസൺ അങ്ങനെ വിളിക്കും. ആ പേര് അവരുടെ കൾച്ചറിൽ അതൊരു അനാദരവേ അല്ല. ടീച്ചേഴ്സ് പരസ്പരം നേരെ പേരായിരിക്കും വിളിക്കുക, ഒരു പ്രശ്നമില്ല. ആദം, അങ്ങനെ ഒരു ആദമുണ്ട്, അദ്ദേഹം ഒരു ക്രിസ്ത്യാനിയാണ്, ആദം എന്ന പേര്, ആദം എന്ന് വിളിക്കണം. ഉദാഹരണം പറയാം. ഭാര്യയെ സംബന്ധിച്ചിടത്തോളം ഭർത്താവിനോട് അനാദരമായി പെരുമാറിക്കൂടാ എന്നാണ്. അതായത് ബഹുമാനമില്ലാത്ത ഒരു പദപ്രയോഗം ചെയ്തുകൂടാ.
അപ്പൊ നമ്മുടെ മലയാള കൾച്ചറിൽ, നമ്മുടെ നാട്ടിലെ ചുറ്റുപാടുകളിൽ ഒരു മലയാളിയായ മുസ്ലിമായ ഒരു പെണ്ണ് ഭർത്താവിനെ ഡയറക്റ്റ് പേര് വിളിക്കുന്നത് അത് ഒരു ബഹുമാനം ഉണ്ടോ ഇല്ലേ? എങ്ങനെ നിങ്ങൾക്ക് തോന്നുന്നത്? ഇല്ലല്ലോ. അതുകൊണ്ട് ഇത് വിളിച്ചുകൂടാ, അങ്ങനെ നമ്മൾ പറയാം. പേര് വിളിച്ചുകൂടാന്ന് ഒറ്റയടിക്ക് പറയാൻ പറ്റില്ല, കാരണം കൾച്ചറുകൾക്കനുസരിച്ച് വ്യത്യാസം ഉണ്ടാവും. അത് ഇപ്പൊ നമ്മുടെ ചുറ്റുപാടുകളിൽ പേര് വിളിക്കുന്നത് അതൊരു സിനിമക്കാരുണ്ടാക്കിയ സിനിമക്കാരെ പിൻപറ്റലാണത്. എടാ പോടാന്നൊക്കെ പറഞ്ഞ് വിളിപ്പിക്കുക, ആ ഒരു സംസ്കാരമൊക്കെ നമ്മുടെ ആ ഒരു ബഹുമാനം. ഭർത്താവിന് വേണ്ടി സുജൂദ് ചെയ്യാൻ ഞാൻ കൽപ്പിക്കുമായിരുന്നു, അള്ളാഹു അല്ലാത്തവർക്ക് സുജൂദ് ഉണ്ടായിരുന്നെങ്കിൽ, പക്ഷെ എനിക്കിത് പറയാൻ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ അത്രയും ബഹുമാനം കൊടുക്കണം. അത് ഭർത്താവിനെ ബഹുമാനിക്കുക എന്ന് പറഞ്ഞത് അള്ളാഹു ചെയ്യാൻ പറഞ്ഞ കാര്യം ചെയ്യുക, അത്രേ ഉള്ളൂ. അതുകൊണ്ട് ഭാര്യ ഒരു ലോവറാണ്, ഭർത്താവ് ഒരു ഹയറാണ്, അങ്ങനെ ഒന്നും ഒരു ഈഗോ പ്രശ്നമൊന്നും വേണ്ട. അള്ളാഹു നിസ്കരിക്കാൻ പറഞ്ഞില്ലേ? അള്ളാഹു പറഞ്ഞാൽ നീ ഭർത്താവിനെ ബഹുമാനിച്ചേക്കണം. അതുകൊണ്ടാണ് നമ്മൾ ഈ പേര് വിളിക്കുന്ന ആ ഒരു ശൈലി അത്ര ശരിയല്ല എന്ന് പറയാൻ കാരണം നമ്മുടെ ചുറ്റുപാടിൽ അത് ശരിയല്ല. അത്രേ ഞാൻ പറയുന്നുള്ളൂ. ഈ ഒരു ഭർത്താവ് പറയാം, എനിക്ക് ഇഷ്ടന്റെ പേര് വിളിക്കല എന്ന് പോലും വിളിച്ചോട്ടെ, അങ്ങനെ ഉണ്ടാവും ചിലപ്പോ. ചിലരങ്ങനെ വിളിപ്പിക്കും, ഈ എന്നെ ഇക്കാക്കൊന്നും വിളിക്കണ്ട, ഈ എന്നെ എടാ പോണെന്നൊക്കെ വിളിച്ചാൽ മതി, എനിക്കത് ഇഷ്ടം. എന്നാ അവന് ഇഷ്ടമാണെങ്കിൽ വിളിച്ചോട്ടെ. അവർ തമ്മിൽ വിളിച്ചാൽ മതി. മനുഷ്യന്മാരുടെ ഇടയിൽ ചെന്നിട്ട് വിളിക്കും വേണ്ട, ബാക്കിയുള്ളവരും കൂടെ പരിഗണിക്കണ്ടേ.